ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗുലാബ് ജാം റെസിപ്പിയുമായിട്ടാണ്. അത് ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഇതിനായി ഞാൻ 7 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ അരികിൽ ബ്രൗൺ കളറെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ശേഷം ഒരു ജാറെടുത്ത് അതിലേക്ക് അത് ചെറിയ പീസുകളായി മുറിച്ചിട്ടതിന് ശേഷം നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കണം. കുഴയ്ക്കാനായി പാലാണ് ഉപയോഗിക്കുന്നത്. കുഴയ്ക്കാൻ ആവശ്യമായ പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ഇത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്താണ് കേട്ടോ കിട്ടേണ്ടത് കുഴച്ചിട്ട്. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. എല്ലാം തന്നെ നമ്മൾ ഇത് ബോളുകളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിനായി ഒരു പഞ്ചസാര ലായനി തയ്യാറാക്കണം. അതിനായി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു ബൗള് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ ഒരു ബൗള് പഞ്ചസാര ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു ബൗള് അതേ അളവിൽ തന്നെ ഒരു ബൗള് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരണം. അതിലേക്ക് ഞാൻ 2 ചെറിയ ഏലക്കായ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാം. ഇപ്പോൾ ഇത് നന്നായി തയ്യാറായി വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഉരുട്ടി വെച്ച ബോളുകൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അത് ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം ഓരോരോ ബൗളുകളായി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. കാരണം ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നന്നായി ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നമുക്ക് ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇവ ഇപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ പഞ്ചസാര ലായനി അതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. ആ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റേതായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് തീർച്ചയായും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബായ്.